മക്കളെ അഗെയിൻ ഗുഡ് മോർണിംഗ്. കാറ്റഗറി 3 എക്സാം ആയി തുടങ്ങിയല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും കാറ്റഗറി കിട്ടട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നിങ്ങൾ എന്തായാലും എക്സാം എഴുതാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് 2024 അവസാനം കഴിഞ്ഞിട്ടുള്ള എക്സാം എന്തായാലും വൃത്തിയായിട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് അതേപോലെ പഠിച്ചു വെക്കല്ലേ വേണ്ട. അതുമായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റണം. ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതേപോലെ കേട്ടിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചോദിക്കൂല. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ എക്സാം തൊട്ട് മുമ്പായിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ എടുക്കുന്നതിന്റെ പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ പഠിക്കല്ല വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു ചോദ്യത്തേക്ക് നമുക്ക് പോവാം. A 2-digit number divided by another 2-digit number gives 5.875. What is the divisor? എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു 2-digit നമ്പർ ഉണ്ട്. ആ 2-digit നമ്പറിനെ മറ്റൊരു 2-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.875 എന്നൊരു നമ്പർ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിവൈസർ എന്ന് അല്ലെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ മക്കളെ, ഈ 5.875 നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റി എഴുതാൻ പറ്റും? 2-digit നമ്പർ അല്ലെങ്കിൽ ഏത് രീതിക്ക് മാറ്റി എഴുതാൻ പറ്റും നമ്മൾ ആദ്യം ആലോചിക്കുക. ഈ ഒരു പോയിന്റ് നമുക്ക് കളയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു 1000 കൊണ്ട് ഇൻറ്റു ചെയ്യും. പോയിന്റ് കൊണ്ടുവരാനോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 5.875 നമുക്ക് എഴുതിക്കൂടെ 5875 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതിക്കൂടെ? നമുക്ക് എന്താ വേണ്ടത്? ഒരു 2-digit നമ്പറിനെ മറ്റൊരു 2-digit നമ്പർ കൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അതിന്റെ ഡിവൈസർ ഇവിടെ എന്ന് പറയുന്നത് ഒരു 4-digit നമ്പറാണ്, മുകളിലെ താഴെ എന്ന് പറയുന്നത് ഒരു 3-digit നമ്പറാണ്. അപ്പൊ ഇയാളെ നമ്മളൊന്ന് വെട്ടിച്ചെറുതാക്കാൻ നോക്കുക. നമുക്കൊരു 5 കൊണ്ട് ചെയ്യാം. 1000 നമ്മൾ ചെയ്യുമ്പോൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ 200 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ മുകളിൽ 5 കൊണ്ട് ചെയ്യാം. 5ൽ എത്ര 5 ഉണ്ട്? 1 ആണ്. 8ൽ എത്ര ഉണ്ട്? അപ്പോഴും 1 ആണ്. ഈ 8ൽ ഒരു 3 ബാക്കി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 37ൽ എത്ര 5 ഉണ്ട്? 7×5 35 ആണ്. എഗെയിൻ നമ്മൾ 2 ബാക്കി ഉണ്ടാവും. 25ൽ എത്ര 5 ഉണ്ട്? 5. എഗെയിൻ നമുക്ക് ഇയാളൊരു 5 കൊണ്ട് തന്നെ ചെയ്യാം. 200 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4×5 20 ആണ്. അപ്പൊ 4 എന്ന് കിട്ടും. പിന്നെ ഒരു 0 ഉണ്ടായിരിക്കും. 0 നമ്മൾ അതേപോലെ എഴുതി. എഗെയിൻ നമ്മൾ 11 5 കൊണ്ട് ചെയ്യുന്നു. 2×5 10 ആണ്. 2×5 10 ആണ്. പിന്നെ ഒരു 1 ബാക്കി ഉണ്ടായിരിക്കും. 70 ഉണ്ടാവും. 70 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 3×5 15 ആണ്. എഗെയിൻ 3 എന്ന് കിട്ടും. പിന്നെ ഒരു 2 ബാക്കി ഉണ്ടാവും. 25 ഉണ്ടാവും. 25 × 5 ആണ് 25 എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ 5 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. 40ൽ നമ്മൾ എത്ര 5 ഉണ്ട്? 8×5 40 ആണ്. 23ൽ എത്ര 5 ഉണ്ട്? 4 ആണ്. പിന്നെ ഒരു 3 ബാക്കി ഉണ്ടാവും. 7×5 35 ആണ്. അപ്പൊ ലാസ്റ്റ് നമുക്ക് 47/8 എന്ന് കിട്ടും. 2-digit ഡിവൈഡഡ് ബൈ അനദർ 2-digit എന്നാണ് പറഞ്ഞത്. ഇവിടെ 2-digit മുകളിലുണ്ട്, പക്ഷെ താഴെ എന്താ 1-digit ഉള്ളൂ. അങ്ങനെ വന്നാൽ ഇയാളെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. 2 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഇയാളെ നമ്മൾ എന്താ 2-digit ആക്കണം. ഇനി താഴെ എല്ലാ ആളെയും മുകളിലുള്ള ആൾ ഓൾറെഡി 2-digit ആണ്. താഴെ ആളെ നമുക്ക് 2-digit ആക്കണം. അപ്പം ഇയാളെ 2-digit ആക്കണമെങ്കിൽ ഇയാളെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ താഴെ കൊണ്ട് ഇയാളെ 2 കൊണ്ട് ചെയ്യുമ്പോൾ മുകളിലും നമ്മൾ എന്താ 2 കൊണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 2 × 7 14 1 2 × 4 8 8 + 1 9 94 ഡിവൈഡഡ് ബൈ 60. അപ്പൊ 94നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഖ്യ കിട്ടുന്നത്. അപ്പൊ അയാളുടെ ഡിവൈസർ എത്രയെന്നല്ല ചോദിച്ചത്, ഇതാണ് 16. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഓക്കെ, നമ്മൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് വെക്കുക. ഒരു 2-digit നമ്പർ എന്ന് പറയുമ്പോൾ XY എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ. ഇതുമായിട്ടുള്ള റിലേഷൻ ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കാം. കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 2-digit നമ്പർ എന്ന് പറയുമ്പോൾ XY ഒരു 2-digit നമ്പറാണ്. ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്ന് പറയുന്നത് 10x + y ആണ്. ഓക്കെ, ഈ ഒരു സംഖ്യേനെ, അതായത് ഈ ഒരു സംഖ്യ ഒരു 56 ആണെങ്കിൽ ഈ 56 നമ്മൾ 2-digit നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് 10x + y ആണ്. അയാളൊരു 3-digit നമ്പർ ആണെങ്കിൽ XYZ, ഇതേപോലെ 3-digit നമ്പർ ആണെങ്കിൽ അയാളെ ഡിനോട്ട് ചെയ്യുക 100x + 10y + z ആയിരിക്കും. ഓക്കെ, 2-digitകളുടെ സമ്മ് എന്ന് പറയുമ്പോൾ ഇയാളും കൂട്ടിയതായിരിക്കും. 2-digitകളുടെ സമ്മ് കാണാൻ പറയുമ്പോൾ x + y സമ്മ്. ഡിജിറ്റുകളുടെ സമ്മ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഡിജിറ്റുകളുടെ സമ്മ് മാറ്റുണ്ട്. ഇത് ഡിജിറ്റിനെ ഡിനോട്ട് ചെയ്യണതാണ് ഇയാള്. ഡിജിറ്റുകളുടെ ഡിനോട്ട് ചെയ്യണതും ഡിജിറ്റുകളുടെ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നതും മാറ്റുണ്ട്. നമ്മൾ കൂട്ടത്തിൽ ശ്രദ്ധിച്ച് വെക്കുക.
കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. ഇൻ ദ ഫിഗർ ബിലോ എ ബി ഈസ് എ ഡയമീറ്റർ. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആണ്. ഓക്കെ, diameter of the circle and ABC is an isosceles triangle with C. ABC പറഞ്ഞത് ഒരു isosceles triangle ആണ്. അപ്പോൾ C പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, as the circle P. അപ്പോൾ P is a point on the circle. P സർക്കിളിലെ മറ്റൊരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കോൺ ബി പി സി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് കോൺ ബി പി സി എന്ന് പറയുമ്പോൾ ബി പി സി ഇയാൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നോക്കണം മക്കളെ, ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ എന്താ 4 പോയിന്റുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, ഇയാളെന്താ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇയാൾ ഒരു സെമി സർക്കിളിലെ ഒരു ട്രയാങ്കിൾ ആണ്. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് എ സിയും ബി സിയും ഈക്വൽ ആണ്. 2 വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതായത് ഇയാൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഇയാളും 45 ആയിരിക്കും. എടാ നോക്കടാ, ഇയാളും ഈ 4 പോയിന്റുകളും സർക്കിളിലാണ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 പോയിന്റുകളും സർക്കിളിലായാൽ അയാൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ എതിർകോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്ന് വരും. എതിർകോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്ന് വരും. അല്ലെങ്കിൽ സപ്ലിമെന്ററി ആയിരിക്കും, അനുപൂരകങ്ങളായിരിക്കും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ 45ഉം ഈ കോണും കൂട്ടുമ്പോൾ 180 എന്ന് കിട്ടണമെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 180ൽ നിന്നും 45 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇയാള്. നമുക്ക് 135 എന്ന് കിട്ടും. 135 നമ്മളുടെ ആൻസർ ഉണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട്, അത് എന്താന്ന് നോക്കാം. The radius of 2 spheres are in the ratio 1:2. What is the ratio of their surface area? എന്താണ് നമ്മളോട് പറയുന്നത്? 2 സ്ഫിയേഴ്സ് ഉണ്ട്, ആ സ്ഫിയേഴ്സിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr² ആണെന്ന് അല്ലെ. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് വെക്കണം. ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് 3πr². ഒരിക്കലും 2πr² എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മക്കളെ, ഈ ഒരു കോൺസ്റ്റന്റ് 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ മാറ്റണം എന്നില്ല. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളതും റേഷ്യോയിലാണ് ഉത്തരം. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഉത്തരം റേഷ്യോയിൽ അല്ലെങ്കിൽ ഇയാളൊന്നും നോക്കണ്ട, ഒരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്തോണ്ടും. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ നിൽക്കണില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓരോ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സർഫസ് ഏരിയന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4πr² ആണ്. അതിൽ r-ന് നമുക്ക് 1 എന്ന് കൊടുക്കാം. ആദ്യത്തെ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4π ഇൻറ്റു റേഡിയസ് 1 ആണ്. 1² എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 1 എഴുതില്ല, ഈസ് 2. രണ്ടാമത്തെ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു π ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2² എന്ന് കൊടുക്കാം. ഓക്കെ, ഇയാളെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതിക്കൂടെ? 4π ഡിവൈഡഡ് ബൈ 4π 2² നമുക്ക് 4 എന്ന് എഴുതാം. ഓക്കെ, ഈ 4πയും ഈ 4πയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അവസാനം നമുക്ക് 1/4 എന്ന് പറഞ്ഞു. ഈ 1/4നെ 1:4 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 1:4 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അടുത്തൊരു ചോദ്യം ഉണ്ട്. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 4 cm ഈസ് melted and recast into smaller solid spheres of radius 1 cm each. How many such spheres are possible? എന്താ നമ്മൾ പറഞ്ഞുള്ളത്? ഒരു 4 cm റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്? 1 cm ഉള്ള കുറെ സ്ഫിയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന സ്ഫിയറുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഒരു സ്ഫിയറിന്റെ മൊത്തത്തിലുള്ള അളവ് എന്ന് പറയുന്നത് അതിന്റെ വോളിയം ആയിരിക്കും. അപ്പോ വലിയ സ്ഫിയറിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ സ്ഫിയേഴ്സിന്റെ വോളിയം ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എണ്ണം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊരു സ്ഫിയറിന്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3πr³ ആണ്. ഓക്കെ, 4/3πr³ ആണ് ഏതൊരു സ്ഫിയറിന്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള എന്താ ചോദിച്ചുള്ളത്, എത്രയാണ് കിട്ടുക വെച്ചാൽ വലിയ വോളിയം, വലിയ സ്ഫിയറിന്റെ വോളിയം. അപ്പൊ വലിയ സ്ഫിയറിന് R=4 എന്ന് കൊടുക്കണം, ചെറിയ ആൾക്ക് R=1 എന്ന് കൊടുക്കണം. അപ്പോൾ വലിയ ആളുടെ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ സ്ഫിയറിന്റെ വോളിയം ആയിരിക്കും. വലിയ സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ഇൻറ്റു R³ ആണ് പറഞ്ഞത്. R³ എന്ന് പറയുന്നത് 4³ ആയിരിക്കും. 4³ ഡിവൈഡഡ് ബൈ ചെറിയ സ്ഫിയറിന്റെ വോളിയം ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. 1³ എന്ന് പറയുന്നത് 1 ആണ്. ഈ 4/3 പൈയും ഈ 4/3 പൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4³ എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ 64 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 64 ആയിരിക്കും. അതായത് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉരുക്കിയിട്ട് 4 സെന്റിമീറ്റർ ഉള്ള സ്ഫിയേഴ്സ് ആക്കി മാറ്റുമ്പോൾ അവിടെ നമുക്ക് 64 സ്ഫിയർ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആൻസർ. കൂട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കണം, ഒരു സ്ഫിയറിന്റെ വോളിയം ഇതാണെങ്കിൽ ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കണം കേട്ടോ. അഞ്ചാമത്തെ ഒരു ചോദ്യം ഉണ്ട്, അതെന്താ നോക്കാം. The percentage decreases in the surface area of a cube. Okay, the length of each of whose edges is decreased by 25%. എന്താണ് പറഞ്ഞത്? നമ്മളടുത്ത് എന്താ, ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, ക്യൂബിന്റെ ഒരു സർഫസ് ഏരിയ ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്യൂബിന്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഒരു 25% കുറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാവുമ്പോൾ കുറഞ്ഞിട്ടുള്ള സർഫസ് ഏരിയ, ഇയാൾക്കൊരു സർഫസ് ഏരിയ ഉണ്ടാവും, ഇയാൾക്കും ഒരു സർഫസ് ഏരിയ ഉണ്ടാവും. ഇയാളുടെ എഡ്ജസ് 25% കുറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കുറഞ്ഞിട്ടുള്ള സർഫസ് ഏരിയയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ, നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എഡ്ജസ് എത്രയൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് അളവുകൾ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അളവുകളായിരിക്കും. ഇയാളെ നമ്മൾ 10 എടുക്കാം, വേണമെങ്കിൽ 100 എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇയാളുടെ എഡ്ജസ് നമ്മൾ 10 നിർത്തും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സർഫസ് ഏരിയ എന്തായിരിക്കും? ഏതൊരു ക്യൂബിന്റെയും സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 6a² ആയിരിക്കും. ഓക്കെ, 6a² ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഇയാളുടെ എഡ്ജസ് 25% കുറഞ്ഞു. അപ്പൊ 10ന്റെ 25% എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ആ 2.5 കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു ക്യൂബ് ഉണ്ടായി. അപ്പൊ അയാളുടെ എഡ്ജസ് എത്രയാണ്? 7.5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയകൾ തമ്മിലുള്ള സർഫസ് ഏരിയ കുറഞ്ഞിട്ടുള്ള സർഫസ് ഏരിയയുടെ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇയാളുടെ സർഫസ് ഏരിയ കാണണം, പിന്നെ ഇയാളുടെ സർഫസ് ഏരിയ കാണണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണണം. എന്നിട്ട് ആ കുറഞ്ഞ ഡിഫറൻസ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ്. വളരെ സുഖമാണ്, ശ്രദ്ധിക്കണം. നമ്മളുടെ ഓപ്ഷനുകളുടെ പോയിന്റുകളാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് സംഭവം കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം ഇയാളുടെ സർഫസ് ഏരിയ നമ്മൾ കാണണം. 6a² ആണ്. 6 നമുക്കറിയാം, എയും നമുക്കറിയാം. എ 10 ആണ്, a² എന്ന് പറയുന്നത് 100 ആയിരിക്കും. അപ്പൊ ഇയാളുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 600 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇയാളുടെ സർഫസ് ഏരിയ കാണാം. സർഫസ് ഏരിയ ഓഫ് രണ്ടാമത്തെ ക്യൂബിന്റെ 6a² തന്നെയാണ്. 6 നമുക്കറിയാം, എ എന്ന് പറയുന്നത് 7.5 ആണ്. 7.5² എന്ന് പറയുമ്പോൾ 7.5² എന്ന് വരും രണ്ടാമത്തെ ആളുടെ സർഫസ് ഏരിയ. എന്നിട്ട് ഇയാളുടെ വ്യത്യാസം കാണണം ഇനി, അല്ലെ? സർഫസ് ഏരിയകളുടെ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്, D = ഇയാളെ സർഫസ് ഏരിയയിൽ നിന്നും ഇയാളെ സർഫസ് ഏരിയ കുറയ്ക്കുക. അതായത് 600 - 6 × 7.5² നമ്മൾ എന്താ അതിന് സോൾവ് ചെയ്യുന്നില്ല കേട്ടോ. കൃത്യമായിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇയാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, സർഫസ് ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതാണെന്ന്. ഇനി ഇയാള് എത്ര പെർസെൻറ്റേജ് ആണ് നോക്കിയാൽ, ആരുടെ? ഇയാളിൽ നിന്നാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇയാളുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഇയാളെന്ന് നോക്കിയാൽ മതി. അതായത് ഇയാളുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 600 ആണ്. 600ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇയാള് നോക്കിയാൽ മതി. നമുക്കറിയാം, ഏതൊരു സംഖ്യയുടെ പെർസെൻറ്റേജ് കാണാൻ നമുക്കറിയാം, പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇയാളെന്താണ് കാണേണ്ടത്, 600 = ഇതാണ് ഇയാൾ എത്രയാണെന്ന് നോക്കണത്. അപ്പോൾ 600 - 6 × 7.5² എന്ന് എഴുതാം. ഈ 20യും ഈ 20യും കട്ട് ചെയ്തു നമ്മൾ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് = 6 അങ്ങോട്ട് പോകും. പെർസെൻറ്റേജ് = 600 - 6 × 7.5² എന്ന് വരും. താഴെ ഒരു 6 ഉണ്ടാവും. എടാ മക്കളെ, ഈ 600ൽ നിന്നും ഈ ഇവിടെ നിന്നും ഒരു 6 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഈ 6ഉം കോമൺ ആയിട്ട് എടുക്കുന്ന 6 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നും മുകളിൽ നിന്നും ഒരു 6 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. 6 ഇൻറ്റു, അപ്പൊ ഇതിന്ന് 6 എടുക്കുകയാണെങ്കിൽ 100 - പിന്നെ 7.5²
ഉണ്ടായിരിക്കും ഡിവൈഡഡ് ബൈ 6. ഈ 6ഉം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഉണ്ടായത് 100 മൈനസ് 7.5 ഹോൾ സ്ക്വയർ ആണ്. ഈ 7.5 ഹോൾ സ്ക്വയർ കാണാൻ 75 ഇൻറ്റു 75 നമ്മൾ ചെയ്യാം. ഏതൊരു അവസാനം 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. പിന്നെ 7 കഴിഞ്ഞ 8 ആണ്. ഈ 7 ഇൻറ്റു 8 56 ആണ്. അപ്പൊ രണ്ട് സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. 1 2 56.25 ആണ് 7.5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവസാനം 100 മൈനസ് 56.25 എന്ന് വരും. കുറച്ച് നോക്കാം. 100 0 0 56 25 10 10 5 പോയ 10 ആണ്. പിന്നെ ഒരു 9 ഉണ്ടാവും. 9 2 പോയ 7 ആണ്. പിന്നെ ഒരു 9 ഉണ്ടാവും. 9 6 പോയ 3 ആണ്. ഒരു 9 ഉണ്ടാവും. 9 5 പോയ 4 ആണ്. 43.75% ആയിരിക്കും എന്താ ഇയാള് എന്ന് പറയുന്നത്. ആരുടെ? 600. അങ്ങനെ ഒരു ആൻസർ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. 43.75%. പെർസെന്റേജ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെർസെന്റേജ് ഇടാത്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സെയിം മെത്തേഡിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇയാൾ എന്ന് പറയുന്നത്. നമ്മൾ സെയിം മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം തോന്നിയപ്പോൾ ഉൾപ്പെടുത്തിയാണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കേട്ടന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the length of a rectangle is increased by 50%. What percentage should be the breadth be decreased so as to maintain same area? എന്താണ് ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ 50% ഇൻക്രീസ് ചെയ്തു. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അളവുകൾ തന്നിട്ടില്ല. നമുക്ക് അളവുകളൊന്നും എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് 10 എടുക്കാം. ഓക്കെ, ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ 50% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാവുമ്പോൾ പുതിയ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 10ന്റെ 50% 5 ആണ്. ആ 5 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് 50 ആയിരിക്കും. ഓൾറെഡി ഈ ഒരു ബ്രെഡ്ത്ത് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതാണ് പുതിയ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. 50% നമ്മൾ കൂടി. വാട്ട് പെർസെന്റേജ് ഷുഡ് ബി ദ ബ്രെഡ്ത്ത് ബി ഡിക്രീസ്ഡ് സോ ആസ് ടു മെയിൻറ്റെയിൻ സെയിം ഏരിയ? അതായത് നമുക്ക് ഇയാളുടെ ഏരിയ തന്നെ വേണം. പക്ഷെ എന്താ വേണ്ടത്? ഈ ബ്രെഡ്ത്ത് കുറയ്ക്കണം. ബ്രെഡ്ത്ത് കുറയ്ക്കും വേണം. എന്നാ ഇയാളുടെ ഏരിയ വേണം. അപ്പൊ ഇയാളുടെ ഏരിയ നമുക്ക് ആദ്യം കിട്ടണം. ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത് 100 ആണ്. 10 ഇൻറ്റു 10 പറയുന്നത് 100 ആണ്. ഇയാളുടെ ഏരിയ എന്ന് പറയുന്നത് 10 ഇൻറ്റു 50 എന്ന് പറയുന്നത് 150 ആണ്. നമുക്ക് വേണ്ടത് 100 തന്നെ കീപ്പ് ചെയ്യണം. പക്ഷെ ലെങ്ത് കുറയ്ക്കാൻ പാടില്ല. ബ്രെഡ്ത്ത് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. നോക്കടാ, ലെങ്ത് കുറയ്ക്കാതെ ബ്രെഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണമെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കണം? നോക്കടാ, അതായത് 50 ലെങ്ത് നമുക്ക് വേണം. എക്സ് ആയിരിക്കണം നമ്മളെ എന്ത് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കിട്ടേണ്ടത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കണം? എക്സ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയും. നമ്മളൊരു 5 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 100ൽ 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. ബൈ 50ൽ 3 ആണ്. ഇതായിരിക്കണം പുതിയ ബ്രെഡ്ത്ത്. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 ആയിരിക്കാം. 50 ഓൾറെഡി 50 ആണ്. ബ്രെഡ്ത്ത് കുറയണം. ബ്രെഡ്ത്ത് കുറയുക എന്ന് പറയുമ്പോൾ 20/3 ആയിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഇയാളും ഗുണിക്കുമ്പോൾ നമുക്ക് 100 കിട്ടുള്ളൂ. അതായത് പുതിയ റെക്റ്റാങ്കിൾ, അവസാനമുള്ള റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇതായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ കുറഞ്ഞിട്ടുള്ള, അതായത് 10 ഉള്ളത് 20/3 ആയി കഴിഞ്ഞു. അവിടെ നമുക്ക് ഈ ബ്രെഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞു. ഒരു സംഖ്യ എക്സ് എന്നുള്ളൊരു സംഖ്യ കുറഞ്ഞു കഴിഞ്ഞു. ഈ എക്സ് എന്നുള്ള സംഖ്യ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 10ൽ നിന്നും ഈ 20/3 ആയപ്പോൾ ഒരു സംഖ്യ കുറഞ്ഞു. ആദ്യം ആ സംഖ്യ എത്രയാണെന്ന് കാണണം. 10ൽ നിന്നും 20/3 കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 30 മൈനസ് 20/3 എന്ന് പറയുന്നത് 10/3 അല്ലെ? എന്താ നമുക്ക് ഉണ്ടായത്? ആദ്യം എന്താ ഉണ്ടായത്? 50% ലെങ്ത് കൂടി. ഓക്കെ, പക്ഷെ നമുക്ക് ഇതേ സെയിം ഏരിയനെ നിലനിർത്തണം. പക്ഷെ പുതിയതിന്റെ ബ്രെഡ്ത്ത് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ സെയിം ഏരിയ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് 50യും ബ്രെഡ്ത്ത് 20/3 ആയിട്ടുള്ളതാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 മൈനസ് 20/3 ആണ്. അതായത് കുറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആള് ഇയാളാണ്. അപ്പൊ ഇയാള് എത്ര പെർസെന്റേജ് ആണ് നോക്കണം. ആരുടെ? 10ന്റെ അല്ലെ? 10ന്റെ എത്ര പെർസെന്റേജ് ആണ് നോക്കണം. ബൈ 100 ഇൻറ്റു 10ന്റെ എത്ര പെർസെന്റേജ് ആണ് 10/3 എന്ന് നോക്കണം.
പിന്നെ ഈ സീറോയും നമ്മൾ കട്ട് ചെയ്തു, ഈ സീറോ അങ്ങോട്ട് പോകും. അപ്പോൾ 100/3 എന്ന് കിട്ടും. പെർസെൻറ്റേജ് 100/3 എന്ന് പറഞ്ഞാൽ 33, 1/3 എന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കാം. The point 3, 1 divides the line segment joining the point 0, 0 and 12, 4 in the ratio. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? രണ്ട് പോയിന്റുകൾ ഉണ്ട്. 0, 0 എന്ന് പറഞ്ഞ പോയിന്റും 12, 4 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകൾ ഉണ്ട്. അവ രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിക്ക് ഈ ഒരു 3, 1 പറഞ്ഞുള്ള ഒരു പോയിന്റ് വന്നാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3, 1 എന്ന 1 പോയിന്റ് ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നോക്കടാ, നമുക്കൊരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ലൈൻ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ലൈനിന്റെ ഇവിടെ മുതൽ ഇതുവരെ ഒരു 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? അത് തന്നെയല്ലേ മറ്റൊരു മെത്തേഡിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും. എടാ ഇത് നോക്കടാ, ഇത് എന്ന് പറയുന്നത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇയാൾ 2ഉം ഇയാൾ എത്രയായിരിക്കും? ഇയാൾ 4 സെന്റിമീറ്റർ ആയിരിക്കും. അതിന്റെ റേഷ്യോ ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:4 ആണ്. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഫോമുല നമ്മൾ എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്ക് 1:2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ ലൈനിൽ നമുക്ക് മുകളിൽ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0, 0യും ഈ പോയിന്റ് എന്ന് പറയുന്നത് 12, 4ഉം ആണ്. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് 3, 3, 1ഉം ആണ്. ഈ ഡിസ്റ്റൻസും കണ്ടാൽ നമുക്ക് ഈ റേഷ്യോ നമുക്ക് കിട്ടില്ലേ? ഈ ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടില്ലേ? നോക്കാം. രണ്ട് പോയിന്റുകൾ തമ്മിൽ തന്നാൽ ആ ലൈനിന്റെ ലെങ്ത് കാണാനുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്ന്. ഈ ഒരു പോയിന്റിനെ നമ്മൾ x1, y1 എന്നും ഈ പോയിന്റിനെ x2, y2 എന്നും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x2 എന്ന് പറയുന്നത് എന്താ? x2 എന്ന് പറയുന്നത് 3 ആണ്. √3 - x1 എന്ന് പറയുന്നത് 0 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് 1 ആണ്. 1 - y1 എന്ന് പറയുന്നത് 0 ആണ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. √3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ് പ്ലസ് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. അപ്പൊ √10 എന്ന് കിട്ടും. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇത് മുതൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് √10 എന്ന് കിട്ടും. നമുക്ക് ഇത് മുതൽ ഈ ലെങ്ത് കാണണം. അപ്പൊ നമുക്ക് സംഖ്യകൾ മാറ്റി കൊടുക്കുക. ഇയാൾ x1ഉം ഇയാൾ y1ഉം ഇയാൾ x2ഉം y2 എന്ന് കൊടുക്കുക. ഓക്കെ, സെയിം ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. x2 - x1 √of x2 - x1 12 - 3 ഹോൾ സ്ക്വയർ. 12 - 3 എന്ന് പറയുമ്പോൾ 12 3 പോയാൽ അത് 9 ആണ്. 9 സ്ക്വയർ പ്ലസ് പിന്നെ y2 - y1 ആണ്. 4 - 1 3 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. √9 സ്ക്വയർ 81 പ്ലസ് 9 ഈക്വൽ ടു 90 എന്ന് കിട്ടും. √90 എന്ന് കിട്ടും. ഈ ലെങ്ത് എന്ന് പറയുന്നത് √90 ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത് √10:√90 ആണ്. നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് നിലവിലില്ല. അപ്പൊ നമ്മൾ ഇയാളൊന്ന് ചെറുതാക്കണം. √10 നമുക്ക് √2 ഇൻറ്റു √5 എന്ന് എഴുതാം. √90 നമുക്ക് 2, 45, 5, 9, 3, 3, 3 3 ഇൻറ്റു √2 ഇൻറ്റു √5 എന്ന് എഴുതാം. കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു √25ഉം ഇവിടെയും ഒരു √25 ഉണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് 1:3 എന്ന് ലഭിക്കും. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 1:3 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. വിച്ച് ഓഫ് ദ പോയിന്റ് ബിലോ ലൈ ഓൺ ദ ലൈൻ ജോയിനിങ് 2, 1, 4 - 1. നമുക്ക് എന്താ രണ്ട് പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റ് ഒരാള് 2, 1 എന്ന് പറഞ്ഞ പോയിന്റും മറ്റൊരാള് 4 - 1 എന്ന് പറഞ്ഞുള്ള പോയിന്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്നും ഏത് പോയിന്റ് ആണ് ഈ ലൈനിലുള്ള ഒരു മറ്റൊരു പോയിന്റ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടിട്ട് ആ ഒരു ലൈനിക്ക് ഈ എക്സും ഈ വൈയും ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ ആ ഇക്വേഷനോട് ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യണത് അതായിരിക്കും ഈ ലൈനിലുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഇയാളെ നമുക്ക് x1, y1 അല്ലെങ്കിൽ x2, y2 എന്ന് കൊടുക്കാം. ഏതൊരു പോയിന്റ് തന്നാലും
ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. ഓക്കെ, y മൈനസ് y1 എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ y2 എന്ന് പറയുന്നത് -1 ആണ്, മൈനസ് ഇൻറ്റു y1 എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു x മൈനസ് x1 എന്ന് പറയുന്നത് 2 ആണ്, ബൈ x2 എന്ന് പറയുന്നത് 4 മൈനസ് x1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, y മൈനസ് 1 ഡിവൈഡഡ് ബൈ -1 എന്ന് -2 എന്ന് വരും, ഈക്വൽ ടു x മൈനസ് 2. അതേപോലെ നമുക്ക് എഴുതാം 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. ഈ 2നെ ഇങ്ങോട്ട് വരിക, ഈ 2 അങ്ങോട്ട് പോവാം. അപ്പൊ 2y മൈനസ് 2 ഈക്വൽ ടു -2x മൈനസ് പ്ലസ് 4 എന്ന് വരും. മൈനസ് പ്ലസ് ആവും. ഈ -2x ഇങ്ങോട്ട് കൊണ്ടുപോകാം. 2y പ്ലസ് 2x ഈക്വൽ ടു ഈ 2നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് ഇയാള് -2 എന്നുള്ളത് അങ്ങോട്ട് എത്തുമ്പോൾ +2 എന്നാവും. അങ്ങനെ ഈക്വൽ ടു 6 എന്ന് വരും. ടോട്ടൽ ആയിട്ട് നമ്മൾ ഇയാളെ ഒരു 2 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് y പ്ലസ് എക്സ് ഈക്വൽ ടു 3 എന്ന് വരും. അതിൽ എക്സിനും വൈക്കും നമുക്ക് ഓരോ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x പ്ലസ് y 1 പ്ലസ് -1 ഒരിക്കലും 3 വരൂല. 1 പ്ലസ് 0 ഒരിക്കലും 3 വരൂല. 1 പ്ലസ് 2 3 ആണ്. നമ്മളുടെ ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് 1,2 ആയിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമുക്കിവിടെ കൊടുത്തുള്ളത്. അത് എന്താന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ലൈൻ പെർപെൻഡിക്കുലർ ദ ലൈൻ 2x പ്ലസ് y ഈക്വൽ ടു 3? അതായത് 2x പ്ലസ് y ഈക്വൽ ടു 3ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ലൈൻ എന്ന് പറയുന്നത് 2x പ്ലസ് y ഈക്വൽ ടു 3. 2 ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അയാളുടെ സ്ലോപ്പുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അതായത് m1 m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതായത് ഈ ലൈനിന്റെ സ്ലോപ്പും ഈ ലൈനിന്റെ സ്ലോപ്പും ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. അതായത് ആദ്യം നമ്മൾ ഇയാളുടെ സ്ലോപ്പ് എത്രയാണെന്ന് കാണണം. ഏതൊരു ലൈനിന്റെയും സ്ലോപ്പ് കാണാനാണ് നമുക്കറിയാം മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്, കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. ഇയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അതായത് m1ഉം m2ഉം m1 ഇയാളാണ്, m1ഉം m2ഉം 2 ലൈനുകളുടെ സ്ലോപ്പുകൾ ഇൻഡു ചെയ്യുമ്പോൾ -1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ മറ്റേ ലൈനിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ m1 എന്ന് പറയുന്നത് -2 ആണ്, m2 ഈക്വൽ ടു -1 ആണ്, m2 ഈക്വൽ ടു -1 ബൈ -2 ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത്. അതായത് മറ്റേ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കണം. അപ്പോൾ ഈ 4 ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതില് സ്ലോപ്പ് 1/2 ആയിട്ടുള്ള ലൈൻ ഏതാണെന്ന് നോക്കണം. ഫസ്റ്റത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ ആണ്, മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്ന് പറയുന്നത് -6 ഈക്വൽ ടു ഇയാളെ നമുക്ക് 1/2 എന്ന് എഴുതിക്കൂടെ. നമുക്ക് രണ്ടാമത്തെ ആളത്തെ കൂടി നോക്കാം. നമുക്ക് രണ്ടാമത്തെ ആള് എന്ന് പറയുമ്പോൾ ഇയാള് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 2 ബൈ വൈ എന്ന് പറയുന്നത് 1 ആണ്, -2 എന്ന് വരും. നമുക്ക് വേണ്ടത് 1/2 ആണ്. നമ്മളുടെ ആൻസർ ഇയാൾ തന്നെ ആയിരിക്കും. 3x മൈനസ് 4y. ഇയാളുടെ സ്ലോപ്പും ഇൻഡു ചെയ്യുമ്പോഴാണ് നമുക്ക് -1 എന്ന് കിട്ടുക. നമ്മൾ ഓർത്ത് വെക്കണം, 2 പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പുകൾ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ -1 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്, എന്താന്ന് നോക്കാം. ഇൻ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ what is the length of the side opposite the angle 45 degree? തിരിച്ചു എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ആംഗിൾ 45, അതായത് ആംഗിൾ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ലെങ്ത് അല്ലെങ്കിൽ ഈ വശം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യം അറിയണം. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, അടുത്തൊന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45 ഡിഗ്രി
90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:2 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനൊരു ആംഗിളോ അല്ലെങ്കിൽ ഇങ്ങനൊരു ആംഗിളോ നിലവിൽ ഇവിടെ ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ ഈ 105 ഇല്ലേ, ഈ 105നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 45 ഡിഗ്രിയും അതേപോലെ ഇവിടെ ഒരു 60 ഡിഗ്രിയും ആക്കിക്കൂടെ? 60യും 45ഉം ആഡ് ചെയ്യുമ്പോൾ 105 ആണ്. 45 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? ഇയാൾ ഒരു 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇയാള് 60 ആണ്, ഇയാൾ ഓട്ടോമാറ്റിക്കലായിട്ട് 90 ആയിരിക്കും. അങ്ങനെ ഇയാൾ 90യും ഇയാൾ 60 ആണെങ്കിൽ ഇയാൾ 30യും ആയിരിക്കും. ഓക്കെ, ഇതാ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണ ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട് അല്ലേ? അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഇയാളുടെ റേഷ്യോ എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 45നും 45നും എത്രയായിരിക്കും? √2 x = 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ x = 4/√2 ആണ്. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം, /2. ഈ 2നും 2നും കട്ട് ചെയ്യാം, അപ്പൊ നമുക്ക് 2√2 എന്ന് കിട്ടും അല്ലെ? 1 ആയിട്ടുള്ള റേഷ്യോ 1 ആയിട്ടുള്ള ആൾക്ക് 2√2 എന്ന് കിട്ടും. അതായത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്തിൻ്റെതാണ് 2√2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2√2 ആണ്. അപ്പൊ ഇയാളും 2√2 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഇയാളെയാണ് അല്ലെ? ഈ ഒരു ലെങ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ട്രയാങ്കിൾ 30, 60, 90 ആണെങ്കിൽ 1√3:2 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് അറിയാം 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2√2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 90ക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ 45ക്ക് ഓപ്പോസിറ്റ് ആണ്. ഇതാ 90ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇയാളെയാണ് നമുക്ക് വേണ്ടത്. 30ക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് 2√2 ആണ്. അയാളുടെ റേഷ്യോ 1 ആണ്. 2 റേഷ്യോ ഉള്ളത് 90ക്കാണ്. അപ്പോ ഇയാളെ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 90ക്ക് ഓപ്പോസിറ്റിൽ ആളെ കിട്ടും അല്ലെ? അപ്പോ ഇയാളെ നമ്മൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും 4√2 എന്ന് കിട്ടും. നമ്മളുടെ ആൻസർ 4√2 ആയിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. 30 അല്ലെങ്കിൽ 60, 90 ആണ് ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ എന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. അതേപോലെ 45, 90 നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ.